ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനത്തോട് ചേർന്നിരിപ്പാൻ നമുക്ക് ഒരവസരം കൂടി കർത്താവ് തന്നിരിക്കുന്നു. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് വായിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഭക്തനായ ഇയ്യോബ് പറയുകയാണ്, ദൈവമേ, നിന്നെക്കുറിച്ച് ഞാനൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഇയ്യോബിന് ദൈവത്തെക്കുറിച്ച് അനേക കാര്യങ്ങൾ അറിയാമായിരുന്നു. ഇയ്യോബിനെക്കുറിച്ച് തിരുവചനം പറയുന്നുണ്ട്, ഇയ്യോബ് ദൈവത്തോടു കൂടെ ജീവിച്ച ഒരു ഭക്തനായിരുന്നു, നീതിമാനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു, ദോഷം വിട്ട് അകലുന്നവനായിരുന്നു. ദൈവം ഇയ്യോബിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണതെല്ലാം. എന്നാൽ ഈ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇയ്യോബ് പറയുകയാണ്, ദൈവമേ, നിന്നെക്കുറിച്ച് ഞാനൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, അറിയേണ്ടതുപോലെ നിന്നെ ഞാൻ അറിഞ്ഞില്ല, ദൈവത്തെ കാണേണ്ടതുപോലെ ഞാൻ കണ്ടില്ല, എന്നാൽ ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ഇയ്യോബ് പറയുകയാണ്, ദൈവമേ, ഞാൻ അറിയാതെ ജീവിച്ചു പോയി നിന്നെ അറിയേണ്ടതുപോലെ, എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവം മനുഷ്യൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തെ മനുഷ്യൻ കണ്ടുമുട്ടുമ്പോൾ, ദൈവത്തെ ആയിരിക്കുന്ന ആ വിശുദ്ധിയോടും തേജസ്സോടും ദൈവത്തിൻ്റെ ആ സ്നേഹത്തോടും കൂടി കണ്ടുമുട്ടുമ്പോഴാണ് മനുഷ്യന് തൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളിലേക്ക് വെളിച്ചം വീശുന്നത്. ദൈവ സാന്നിധ്യം ലഭിക്കുമ്പോഴാണ് മനുഷ്യൻ്റെ കുറവുകൾ മനുഷ്യന് തിരിച്ചറിയാൻ കഴിയുന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നാം ആത്മീകരാണ്, തീരുമാനങ്ങളുള്ളവരാണ്, സമർപ്പണങ്ങളുള്ളവരാണ് എന്നെല്ലാം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തോന്നുന്നുണ്ട്. എന്നാൽ വാസ്തവമായും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ സ്നേഹവും നമ്മുടെ ഹൃദയത്തോട് വാദിക്കുമ്പോഴാണ് നമ്മുടെ കുറവുകൾ നമുക്ക് വെളിപ്പെടുന്നത്. അപ്പോഴാണ് നമ്മുടെ യഥാർത്ഥമായ ആളത്വം എന്താണെന്ന്, ഞാനെന്ന് പറയുന്ന വ്യക്തി ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്. നമുക്ക് എന്തെല്ലാം സ്ഥാനമാനങ്ങളോ പ്രിയപ്പെട്ട എന്തെല്ലാം വേലകളോ നാം ചെയ്യുന്നവരാണെങ്കിലും, എന്തെല്ലാം തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ളവരാണെങ്കിലും, നമുക്ക് ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുവാൻ, ദൈവത്തെ കാണേണ്ടതുപോലെ കാണുവാൻ, ദൈവ തേജസ് കണ്ട് നമ്മുടെ കുറവുകൾ തിരിച്ചറിഞ്ഞ് നമുക്ക് എളിമപ്പെടുവാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് ഇവ പറയണേ. ദൈവമേ, നിന്നെക്കുറിച്ച് ഞാൻ ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ദൈവമക്കളെ, അതുകൊണ്ട് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ എന്താണ് മാറ്റം വന്നത്? ദൈവത്തെ ഇയ്യോബ് കണ്ടപ്പോൾ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നുവെന്ന് ഇയ്യോബ് പറയുകയാണ്. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു. നമുക്കറിയാം, ഇയ്യോബിന് വലിയ കൊടിയ വേദനകളും കഷ്ടതകളും, ശരീരം മുഴുവനും വ്രണം വന്ന് ഓട്ടുകഷ്ണം കൊണ്ട് മാന്തി ഇയ്യോബ് ചാരത്തിലിരിക്കുകയാണെന്ന് വായിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ട ഇന്ന് ഇയ്യോബ് പറയുകയാണ്, ദൈവമേ, നിന്നെ ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ട് എൻ്റെ കർത്താവെ, ഞാൻ പൊടിയിലും ചാരത്തിലും ഇരുന്ന് അനുദപിക്കുകയാണെന്ന്. മാത്രമല്ല ഇയ്യോബ് പറയുകയാണ്, ഇന്നെനിക്ക് എന്നോട് തന്നെ ഒരു വെറുപ്പ് തോന്നുകയാണെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ട മനുഷ്യന് ലഭിക്കാൻ വളരെ പ്രയാസമുള്ളൊരു കാഴ്ചപ്പാടാണ് എന്ത്? എൻ്റെ ആളത്വം മോശമാണെന്ന്, അല്ലെങ്കിൽ എൻ്റെ പ്രകൃതം മോശമാണെന്ന് എന്നെ തന്നെ വെറുക്കുന്നൊരനുഭവം. പ്രിയപ്പെട്ടവരെ, വാസ്തവമായും ദൈവത്തോടൊരു മനുഷ്യൻ അടുക്കുമ്പോൾ അവന് ലഭിക്കുന്ന ഒരു അനുഭവമാണ് എന്ത്? ഞാനെന്ന് പറയുന്ന വ്യക്തിത്വം അത് ശരിയായ ഒരിതല്ല, ദൈവം പ്രസാദിക്കുന്നതല്ല, അല്ലെങ്കിൽ ദൈവം പ്രസാദിക്കാത്തത് പലതും അതിലുണ്ട് എന്ന്
നമ്മെ തന്നെ നാം കാണേണ്ടതുപോലെ കാണുമ്പോൾ ഇവിടെ നമുക്ക് അനുദപിക്കാൻ കഴിയണം. രട്ടിലും വെണ്ണീറിലും ഇരുന്ന് ഇയ്യോബ് അനുദപിച്ചു എന്നാണ് നാം വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇയ്യോബ് കഷ്ടത മൂലം, രോഗം മൂലം രട്ടിലും വെണ്ണീറിലും ഇരുന്ന് ഇയ്യോബ് നാളുകൾ കഴിച്ചതാണ്. എന്നാൽ ഇപ്പോൾ ഇയ്യോബ് പറയുകയാണ്, ദൈവത്തെ ഞാൻ കണ്ടതുകൊണ്ട് എൻ്റെ ആ പാപാവസ്ഥകൾ അല്ലെങ്കിൽ എൻ്റെ ആയിരിക്കുന്ന അവസ്ഥ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ട് ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു. ദൈവമക്കളെ, നാം മനസ്സിലാക്കാത്തൊരു കാര്യമാണെന്ത്? നമുക്ക് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് നമ്മോട് തന്നെയാണ്. നമ്മുടെ കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മുൻഗണനയുള്ളത്. എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. ഇയ്യോബ് പറഞ്ഞതാണ്, ഇയ്യോബിന് തന്നിൽ തന്നെ ഒരു സ്നേഹവും ഒരു സ്വയവും പ്രിയപ്പെട്ടവരെ ഒരു സ്വയം മതിപ്പും എല്ലാം ഉണ്ടായിരുന്നു എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇയ്യോബ് ദൈവത്തോട് പലപ്പോഴും ഉന്നത ഭാവത്തോടെ അല്ലെങ്കിൽ എനിക്ക് തെറ്റൊന്നുമില്ല എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ഇയ്യോബ് പല കാര്യങ്ങൾ ദൈവത്തോട് സംസാരിച്ചു എന്ന് ഈ വേദഭാഗത്ത് നാം വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. എന്നാൽ പ്രിയപ്പെട്ട ഇയ്യോബിനോട് ദൈവം വാസ്തവമായി ഇടപെട്ടപ്പോൾ ഇയ്യോബ് പറയുകയാണ്, ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തോട് അടുക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് നമ്മുടെ ആളത്വം എന്തെന്ന് നാം തിരിച്ചറിയുന്നത്. ദൈവത്തോട് അടുക്കണമെന്ന് നാം ആഗ്രഹിക്കും തോറുമാണ് നമ്മുടെ സ്വഭാവവും ദൈവത്തോട് ചേരാത്ത നമ്മുടെ പ്രകൃതങ്ങളുമെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിൻ്റെ സ്തോത്രം. റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 14-15 വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കി പറയുന്നുണ്ട്. അപ്പോസ്തലൻ വളരെ വിഷമിച്ചു പോയ ഒരാളാണ്. എന്ത്? ദൈവത്തോടു കൂടെ ജീവിക്കണം, ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ള ഒരു ചിന്തയോടെ ജീവിക്കുമ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ആഗ്രഹിക്കാത്തത് പലതും, ഞാൻ ഇച്ഛിക്കാത്തത് പലതും, ദൈവം ആഗ്രഹിക്കാത്തത് പലതും, ദൈവം പ്രസാദിക്കാത്തത് പലതും എൻ്റെ ആളത്വത്തിലുണ്ട് എന്ന് വായിക്കാം. ന്യായപ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നുവല്ലോ, ഞാനോ ജഡമയൻ. അപ്പോസ്തലൻ പറയുകയാണ്, ഞാനൊരു ജഡമയനാണ്, ഞാൻ ജഡത്തിൽ വസിക്കുന്നവനാണ്. എനിക്കിന്നും പാപത്തെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പാപം എൻ്റെ ആളത്വത്തിൽ ഉണ്ട് എന്ന് കാണുമ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. പാപത്തിന്റെ ദാസനായി വിൽക്കപ്പെട്ടവനാണ് ഞാൻ. പാപത്തിലാണ് ഞാൻ ജനിച്ചത്, പാപത്തിന്റെ അടിമത്വത്തിലാണ് ഞാൻ ജീവിച്ചത്. പാപത്തിന്റെ ദാസനായി വിൽക്കപ്പെട്ടവൻ. വായിച്ചോ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. അപ്പോസ്തലൻ പറയാണ്, ഞാൻ എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ അറിയുന്നില്ല. ഒന്നുകൂടി പറഞ്ഞാൽ, ഞാൻ ആഗ്രഹിക്കാത്തതാണ്, ഇച്ഛിക്കാത്തതാണ് പ്രവർത്തിക്കുന്നത് എന്ന്. വായിച്ചോ. ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല, പായിക്കുന്നതിനെ അത്രേ ഞാൻ ചെയ്യുന്നത്. ഇച്ഛിക്കുന്നതിനെയല്ല, എൻ്റെ ജീവിതത്തിൽ വരരുതേ എന്ന് നിഷ്ഠയുള്ള കാര്യങ്ങൾ ഞാൻ അറിയാതെ തന്നെ, ഞാൻ ആഗ്രഹിക്കാതെ തന്നെ എൻ്റെ ജീവിതത്തിൽ വന്നു പോവുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അതൊരു പക്ഷേ പ്രകടമായൊരു പാപമൊന്നും ആയിരിക്കില്ല. എന്നാൽ അപ്പോസ്തലൻ്റെ ആളത്വത്തിൽ അന്തർലീനമായിരിക്കുന്ന, മറഞ്ഞിരിക്കുന്ന, ആ സ്വഭാവത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന, കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചു പോന്ന ആ പാപപ്രകൃതിയോടും പാപ സ്വഭാവങ്ങളോടും പാപത്തിൻ്റെ ആഗ്രഹങ്ങളോടും പ്രിയപ്പെട്ടവരെ, ന്യായപ്രമാണത്തിൽ അധിഷ്ഠിതമായി ജീവിച്ച ജീവിതമല്ല ഇന്ന് അപ്പോസ്തലൻ ജീവിക്കുന്നത്. പിന്നെയോ ഇന്ന് യേശുക്രിസ്തുവിൽ അധിഷ്ഠിതമായ പരിശുദ്ധാത്മാവ് നടത്തുന്ന ആ അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ അപ്പോസ്തലൻ മനസ്സിലായി, ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല, ഇച്ഛിക്കാത്തതിനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. ഞാൻ ആഗ്രഹിക്കാത്തത് പലതും ജീവിതത്തിൽ വന്നു പോകുന്ന ഒരാളത്വമാണ് എൻ്റെ ആളത്വം എന്ന്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇയ്യോബ് അത് തിരിച്ചറിയാൻ വളരെ വൈകിപ്പോയി എന്ന് പറയാം. കാരണം ഇയ്യോബ് ദൈവത്തോട് വാദിച്ചും തർക്കിച്ചും നിന്ന അനേക അധ്യായങ്ങളുണ്ട്. ഇവിടെ എന്നാൽ 38-ാം അധ്യായത്തിലും 39-ാം അധ്യായത്തിലും നാം വായിക്കുന്നുണ്ട്, നിത്യനായ ദൈവം, യഹോവയായ ദൈവം ഇയ്യോബിനോട് ചുഴലിക്കാറ്റിൽ എഴുന്നള്ളി വന്ന് സംസാരിച്ചു എന്ന്. ദൈവത്തിന് സ്തോത്രം. 38-ന്റെ 1-ാമത്തെ വാക്യം വായിക്കാം. അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട് ഉത്തരം അരുളിച്ചത് എന്തെന്നാൽ, ഇയ്യോബിനോട് യഹോവയായ ദൈവം ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട് സംസാരിച്ചു എന്ന്. ദൈവത്തിന് സ്തോത്രം. 40-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവിടെയും അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട് ഉത്തരം പറഞ്ഞത്, നീ പുരുഷനെ പോലെ അരമുറിക്കൊള്ളുക, ഞാൻ നിന്നോട് ചോദിക്കും, നീ എനിക്ക് ഗ്രഹിപ്പിച്ചു തരിക. ദൈവം ഇയ്യോബിനോട് പറയുകയാണ്, നീ അരമുറിക്ക് നിൽക്കുക, ഞാൻ നിന്നോട് സംസാരിക്കാൻ പോവുകയാണ്, നീ എന്നെ ഗ്രഹിപ്പിച്ചു തരിക. ദൈവം ഇയ്യോബിനോട് പറയണേ, ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെയും നിനക്ക് ഉത്തരം പറയാൻ കഴിയുമോ, നിനക്കതിനുള്ള ജ്ഞാനമുണ്ടോ എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം ഇയ്യോബിനോട് വളരെ ഗഹനമായ ആഴമേറിയ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത്. ദൈവം ചോദിക്കുന്നുണ്ട്, ഈ ആകാശത്തെയും ഭൂമിയെയും
ഭൂമിയെയും സമുദ്രത്തെയും എല്ലാം ഉണ്ടാക്കിയപ്പോൾ ഇയ്യോബേ നീ എവിടെയായിരുന്നു എന്ന് ഇയ്യോബിനെ ദൈവം അനേക കാര്യങ്ങൾ, ദൈവത്തിൻ്റെ അത്ഭുതകരമായ സൃഷ്ടിയും ദൈവത്തിൻ്റെ പ്രവൃത്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവും എല്ലാം വിവരിച്ച് ദൈവം ഇയ്യോബിനോട് സംസാരിക്കുകയാണ്. ഇവിടെ ഇയ്യോബിൻ്റെ ആളത്വത്തിൽ ആ ഒരു സ്വയം അതിപ്പ്, ഉന്നതഭാവത്തോടെ ഇയ്യോബ് നിന്നതുകൊണ്ട് ദൈവം അനേക കാര്യങ്ങളിലൂടെ ദൈവം ഇയ്യോബിനെ തള്ളിക്കളയുന്നില്ല. പിന്നെയോ ദൈവം സംസാരിച്ച് ഇയ്യോബിനെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുപ്പിക്കുന്നതായിട്ട് നാം കാണുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഇവിടെ ഇയ്യോബിൻ്റെ ജീവിതം നാം വായിക്കുമ്പോൾ കൊടിയ യാതനയും കഷ്ടതയിലൂടെയാണ് ഇയ്യോബ് കടന്നുപോയത്. മനുഷ്യനിന്ന് പ്രിയപ്പെട്ടവരെ അനേകരും അവരുടെ ജീവിതത്തിലെ വേദനകൾ, രോഗങ്ങൾ, മക്കളുടെ വഴിതെറ്റിപ്പോകുന്ന അനുഭവങ്ങൾ, കുടുംബകലഹങ്ങൾ, ഒരു രീതിയിലും മുമ്പോട്ട് പോകാൻ കഴിയാത്ത ജീവിത പ്രശ്നങ്ങളെല്ലാം അഭിമുഖീകരിക്കുന്നവർ പലതും അവരുടെ ഹൃദയം നുറുങ്ങി പറയുമ്പോൾ പ്രിയപ്പെട്ടൊരു വ്യക്തമായൊരു കാരണമോ അല്ലെങ്കിൽ ഒരു കാര്യമോ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പലപ്പോഴും കഴിയും. കാരണം ഈ ഓരോ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന കൊടിയ യാതനകളും ദുഃഖങ്ങളുമെല്ലാം ഇന്നും മനുഷ്യ ജീവിതത്തിൽ കഷ്ടതകളുണ്ട് പ്രിയപ്പെട്ടവരെ. ഒന്നല്ലെങ്കിൽ ഒന്ന് വേദനാ വിഷയങ്ങൾ അനുഭവിക്കുന്നവരാണ് ഓരോരുത്തരും. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉന്നതഭാവത്തോടെ ഇയ്യോബ് നിന്നത്? പ്രിയപ്പെട്ടവരെ, ഇയ്യോബിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഇയ്യോബിനൊരു സ്വയമഹത്വം അല്ലെങ്കിൽ എനിക്ക് ദൈവത്തോട് ബന്ധമുണ്ട് എന്നെല്ലാം ചിന്തിക്കാൻ കാരണമുണ്ട്. കാരണം ഇയ്യോബിൻ്റെ ജീവിതം വളരെ നിഷ്ഠയുള്ള ജീവിതമായിരുന്നു. കാരണം യഹോവയായ ദൈവം തന്നെ 1-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഇയ്യോബിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ട ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഇയ്യോബിന് വളരെ സമർപ്പണമുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. 1-ാമത് പഠിക്കുമ്പോൾ ഇയ്യോബിന് തൻ്റെ മക്കളെക്കുറിച്ച് വളരെ കരുതലുണ്ടായിരുന്നു. ഇയ്യോബിനൊരു ഭയപ്പാടുണ്ടായിരുന്നു. എന്ത്? തൻ്റെ മക്കൾ പാപം ചെയ്ത് ദൈവത്തെ ത്യജിച്ചു പോയിരിക്കുമോ എന്നുള്ള ഒരു വലിയ ഹൃദയവ്യഥ ഇയ്യോബിനെ ഭരിച്ചിരുന്നു. നാം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇയ്യോബ് ആഴ്ചവട്ടം തികയുമ്പോഴൊക്കെയും മക്കളെ കൂട്ടിവരുത്തുകയും അവർക്ക് വേണ്ടി യാഗം കഴിക്കുകയും ചെയ്തിരുന്നു എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇവിടെ 2-ാമത് വായിക്കുന്നുണ്ട് 31-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഇയ്യോബ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തിരിക്കുന്നു, പിന്നെ ഞാനൊരു കന്യകയെ നോക്കുന്നത് എങ്ങനെയെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇയ്യോബിനെ പറയുന്നുണ്ട്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കുമെന്ന്. ഇയ്യോബ് പറയാണ്, ഈ രോഗത്തിലൂടെ അല്ലെങ്കിൽ ഈ കഷ്ടതയിലൂടെ ദൈവം എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കുമെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇയ്യോബിനെ പറയുന്നുണ്ട്, എനിക്ക് ഒരു സാക്ഷിയും ജാമ്യക്കാരനും ഉയരത്തിലുണ്ട് എന്ന്. ഈ ഭൂമിയിൽ എനിക്കിന്ന് ആരും സഹായമില്ല. എൻ്റെ സഹോദരന്മാർ 3 പേര് വന്നിട്ടുണ്ടെങ്കിലും അവരെല്ലാം എനിക്കൊരു ആശ്വാസം പറയുന്നതിന് പകരം എന്നെ കുറ്റപ്പെടുത്തിയും എനിക്ക് എന്തോ കുറവുണ്ടെന്നെല്ലാം അവർ സംസാരിക്കുന്നുണ്ട്. ഇയ്യോബ് പറയാണ്, എനിക്ക് ഉയരത്തിലൊരു സാക്ഷിയുണ്ട്, അവിടെ എനിക്കൊരു ജാമ്യക്കാരനുണ്ട് എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇയ്യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിൽ ഇയ്യോബ് പറയുന്നുണ്ട്, ഇന്ന് ഞാനിവിടെ ക്ഷയിച്ചു പോയാലും നശിച്ചു പോയാലും എൻ്റെ ശരീരം ക്ഷയിച്ചു പോയാലും എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണുന്നൊരു ദിവസമുണ്ട് എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഭക്തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രത്യാശയായിരുന്നു അതെന്ന് ഞാൻ പറയും. കാരണം ഈ ശരീരം ക്ഷയിച്ചു പോവുകയാണ്, രോഗം കാർന്നു തിന്നുകയാണ്, എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്, ആരും ഒരു ഒത്താശയോ സഹായമോ പറയുമല്ല. എന്നാൽ അയ്യോ പറയുകയാണ്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്ന്. അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. അയ്യോ പിന്നെ പറയുകയാണ്, ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് അവനെ കാണും. ദൈവമക്കളെ, ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ആ സംസാരത്തിൽ വന്നുപോയ അപാകതകളൊക്കെ ഈ സമർപ്പണത്തിൻ്റെ പിൻബലം ഇയ്യോബിനുണ്ടായിരുന്നതുകൊണ്ടായിരുന്നു. എന്നാൽ എന്താണ് പ്രിയപ്പെട്ട ഇയ്യോബിൻ്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്? ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്, ഇയ്യോബ് ഒരു ഭക്തനായിരുന്നു, നീതിമാനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, നേരിടും. എന്നാൽ ദൈവമക്കളെ, ഇയ്യോബിനെ ഇരുത്താൻ ദൈവം കണ്ട സ്ഥാനത്തെത്താനുള്ള സമർപ്പണമായിട്ടില്ലായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഇയ്യോബിന് പ്രത്യാശയുണ്ട്, ദൈവത്തെ ഞാൻ കാണുമെന്ന്. എന്നാൽ ദൈവം ഇയ്യോബിനെ കുറിച്ച് ആഗ്രഹിച്ച ഒരു നിലയിലേക്ക് ഇയ്യോബ് വന്നിരുന്നില്ല. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടതകളൊക്കെ ദൈവം അനുവദിച്ചത്. പ്രിയപ്പെട്ടവരെ, ദൈവം കൊടുത്തതല്ല, എന്നാൽ പിശാച് ചോദിച്ചപ്പോൾ ദൈവം അതെല്ലാം അനുവദിച്ചു കൊടുത്തു എന്ന് നാം വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇയ്യോബിൻ്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കി
മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇയ്യോബിൻ്റെ സഹോദരന്മാർ 3 പേര് അവർ ദൈവത്തെക്കുറിച്ച് അനേക കാര്യങ്ങൾ പറഞ്ഞു ഇയ്യോബിനോട്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, എന്നാൽ അവർക്ക് അതിനേക്കാൾ അധികമായി ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ നാം മനസ്സിലാക്കണം, ഭക്തനായ ഇയ്യോബ് നിത്യനായ ദൈവവുമായിട്ട് സംസാരിച്ചു എന്നാണ് നാം വായിച്ചത്. യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട് സംസാരിച്ചു. ഇയ്യോബ് ദൈവത്തോട് സംസാരിച്ചു. പ്രിയപ്പെട്ട, എന്താ വ്യത്യാസം? ഇയ്യോബിൻ്റെ സഹോദരന്മാർ ഇയ്യോബിനോട് ദൈവത്തെക്കുറിച്ച് പറഞ്ഞു, എന്നാൽ ഇയ്യോബ് വാസ്തവമായും ദൈവത്തോട് സംസാരിച്ചു. ദൈവം ഇയ്യോബിനോട് വാസ്തവമായി ഇടപെട്ടു എന്ന്. യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട് സംസാരിച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, അത് വലിയ വ്യത്യാസമുള്ളൊരു കാര്യമാണ്. എന്ത്? ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നതും ദൈവത്തോടൊരു മനുഷ്യൻ ബന്ധപ്പെടുന്നതും വലിയ വ്യത്യാസമുള്ള കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നാം പലപ്പോഴും ചിന്തിച്ച് നോക്കാറുണ്ടോ? നമുക്ക് ദൈവത്തെക്കുറിച്ച് അനേക കാര്യങ്ങൾ അറിയാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ കൃപയാൽ അനേക സമർപ്പണങ്ങൾ തന്നിട്ടുണ്ട്. ദൈവമക്കളെ, നാം എപ്പോഴും എളിമപ്പെട്ടുകൊള്ളണം. നമുക്കുള്ള സമർപ്പണങ്ങൾ അല്ല സഹോദര, നിനക്കൊരു തീരുമാനമെടുത്തു, ഈ കാലം അത്രയും കൃപയാൽ ആ തീരുമാനത്തിൽ നിൽക്കാനും ദൈവവേലയോട് ചേർന്ന് നിൽക്കാനും എല്ലാം ഭാഗ്യം കിട്ടിയെങ്കിൽ ദൈവമക്കളെ നാം ഓർത്തുകൊള്ളണം. അതാണ് കൃപ, സ്വർഗത്തിൻ്റെ കൃപ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒന്നും കഴിവുകൊണ്ടല്ല. ദൈവത്തിൻ്റെ സ്തോത്രം. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മേക്കാൾ ഭക്തരായവർ, ബലശാലികളായിരുന്നവർ, വീരന്മാരായിരുന്നവർ, ദൈവകരങ്ങളിൽ പ്രയോജനപ്പെട്ടവർ അനേകർ പട്ടുപോയി എന്ന് നാം പഠിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം നിൽക്കുന്നതല്ല, പിന്നെയോ ദൈവം നമ്മെ നിർത്തുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതാണ് ആശ്രയബോധം എന്നുള്ളത്. നമുക്കങ്ങനെ ഒരു ആശ്രയബോധമുണ്ടോ എപ്പോഴും? ദൈവമേ, നിൻ്റെ കൃപയിൽ എന്നെ മറയ്ക്കണമേ എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. യേശുവിനെ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നാം ഉയരണം. ദൈവമക്കളെ, നാം പ്രാർത്ഥിക്കണം. ഈ എളിയവനായി ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, കാരണം ദൈവത്തെ കൂടാതെ ഈ ലോകത്തിൽ ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത ഒരു ആത്മീയ വളർച്ചയിലേക്ക് നാം വരണം. എല്ലാം ദൈവത്തോട് ചേർന്ന് ദൈവത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു ജീവിതം നയിക്കാൻ. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശുവിനെ കൂടാതെയുള്ളതെല്ലാം നിഷ്ഫലമാണ്. പ്രിയപ്പെട്ടവരെ, നാം എപ്പോഴും ദൈവവചനവും ദൈവവേലയും ദൈവമക്കളുമായിട്ട് എല്ലാം ഇടപഴകുന്നവരാണ്. എന്നാൽ നമുക്ക് അതുപോലൊരു ബന്ധം കർത്താവുമായിട്ടുണ്ടോ? ദൈവമക്കളെ, നിങ്ങൾ ചിന്തിക്കാറുണ്ടോ കർത്താവുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടോ എന്ന്? ദൈവമക്കളെ, നമ്മെ സഹായിക്കാൻ ആരും ഉണ്ടാകുകയില്ല. അത്യാപത്തുകൾ വരുമ്പോൾ, മരണം വരുമ്പോൾ നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കണം, എന്ത്? ഞാൻ ഒറ്റയ്ക്ക് കടന്നു പോകുന്നൊരു ദിവസമുണ്ട് എന്ന്, ഞാൻ ഏകനായി ശരീരം വിട്ടു പോകുന്നൊരു ദിവസമുണ്ട് എന്ന്. അന്ന് പ്രിയപ്പെട്ടവരെ, നമുക്ക് മുഖപ്രസന്നതയോടെ നിൽക്കാൻ കഴിയണം. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളിൽ നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ, ഭയം കൂടാതെ പ്രത്യാശയോടെ ഈ ഭൂമി വിട്ട് കടന്നു പോകാനുള്ള ഭാഗ്യം തരണമേ എന്ന്. ദൈവമക്കളിൽ രോഗം വന്നാണോ, അല്ല പെട്ടെന്ന് എന്തെങ്കിലും വന്നാണോ, ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെ കടന്നു പോയാലും ഒരു കാര്യം നമുക്ക് ഉറപ്പായിരിക്കണം, എന്ത്? ഈ ആത്മാവെൻ്റെ കർത്താവിൻ്റെ അടുക്കിലേക്കാണ് പോകുന്നതെന്ന്. യോബിന് ആ ഉറപ്പുണ്ടായിരുന്നു. എന്ത്? കഠിനമേറിയ രോഗമാണെങ്കിലും എൻ്റെ ദൈവമക്കളെ, യോബ് പറഞ്ഞില്ലേ, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾക്ക് ആ പ്രത്യാശയുണ്ടോ ദൈവമക്കളെ? കർത്താവ് ഒരു ദിവസം വരുമെന്ന്. കർത്താവ് ഒരു ദിവസം വരുമെന്ന്. ദൈവമക്കളെ, അപ്പോസ്തലന്മാരുടെ കാലം മുതൽ, കർത്താവ് മരിച്ച കാലം മുതൽ ആളുകൾ ചോദിക്കുന്നതാണ്, അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെയാണെന്ന്. ദൈവമക്കളെ, എന്നാൽ നാം വിശ്വസിക്കുന്നുണ്ടോ കർത്താവ് വരുമെന്ന്? ഇവിടെ കാലം തികയുമ്പോൾ, അവൻ്റെ സമയമാകുമ്പോൾ അവൻ എഴുന്നള്ളി വരുന്നൊരു ദിവസമുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, അത് എന്നാണ് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. നമുക്ക് ആ പ്രത്യാശയുണ്ടോ? നാം ചിന്തിക്കാറുണ്ടോ നമുക്ക് പ്രത്യാശയുണ്ടോ എന്ന്? ഇവിടെ തിരുവചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളം കത്തുന്നുണ്ടോ? കൂട്ടായ്മയിലിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളം സന്തോഷിക്കുന്നുണ്ടോ? എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം കൂടുതലൊന്നും പഠിച്ചില്ലെങ്കിലും യേശുക്രിസ്തുവാണ് രക്ഷകനെന്നും അവനെൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചതെന്നും അവൻ്റെ തിരുരക്തത്തിന് കഴുകാൻ കഴിയാത്ത ഒരു പാപമില്ല എന്നും തിരുവചനത്തിൽ ഞാൻ വായിക്കുന്നുണ്ട്. കർത്താവേ, ഈ എൻ്റെ സകല പാപവും നിൻ്റെ രക്തം കൊണ്ട് കൃപയാൽ എനിക്ക് കഴുകി കിട്ടിയെന്നുള്ള ആ ഒരു ഉറപ്പ് നമുക്ക് പ്രാപിക്കാൻ കഴിയുന്ന ദൈവമക്കളെ, മറ്റൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ദൈവമക്കളെ, ഈ വേദപുസ്തകത്തിലെ ആഴമേറിയ കാര്യങ്ങളൊന്നും പഠിക്കാൻ എല്ലാവർക്കും കഴിയുമോ? പ്രിയപ്പെട്ടവരെ, എനിക്ക് ഈ വേദപുസ്തകത്തെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ, ഒരു കാര്യങ്ങളും അറിഞ്ഞുകൂടാ. എന്നാലും എനിക്കൊരു കാര്യം കൃപയാൽ എൻ്റെ കർത്താവ് ബോധ്യം തന്നിട്ടുണ്ട്. ദൈവമക്കളെ, യേശു കുരിശിൽ മരിച്ചത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ്.
എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ അനേകമായ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായിട്ടാണ് എൻ്റെ കർത്താവ് കുരിശിൽ മരിച്ചതെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, യേശുക്രിസ്തു കുരിശിൽ മരിച്ചതിൻ്റെ ആ സമാധാനം ഞാനിന്ന് അനുഭവിക്കുന്നുണ്ട്. യേശുക്രിസ്തു കുരിശിൽ അവൻ്റെ രക്തം ചിന്തിയതിൻ്റെ ആ സമാധാനവും സ്വസ്ഥതയും ഞാൻ അനുഭവിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഞാൻ ഇന്ന് രാവിലെ ചിന്തിക്കുകയുണ്ടായി, യേശുവിനെ അറിയാതെ ജീവിച്ച എത്രയോ വർഷങ്ങൾ. ദൈവമക്കളെ, അന്നും കാത്തു പരിപാലിച്ച ആ കാൽവറിയിലെ സ്നേഹം, എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ദൈവമക്കളെ, ഭക്തൻ പാടിയൊരു പാട്ടുണ്ട്, അന്നേ മരിച്ചു പോയെങ്കിൽ ഞാൻ ചെന്നേ വന്നരകമതിൽ. ദൈവമക്കളെ, എത്ര സത്യമാണത്. അന്ന് ക്രിസ്തുവിനെ അറിയാതെ ജീവിച്ച കാലത്ത്, പിശാചിൻ്റെ ഊഴിയവേല ചെയ്ത് ജീവിച്ച കാലത്ത് കടന്നു പോയിരുന്നെങ്കിൽ ദൈവമക്കളെ, ഒരിക്കലും മോചനമില്ലാത്ത നിത്യ അന്ധകാരത്തിൽ നാം ചെന്ന് പറ്റിയേനെ. നിങ്ങൾ സ്തുതിക്കാറുണ്ടോ പുറകോട്ട് നോക്കി? കർത്താവേ, ആ കാലത്തും അനേക പാപത്തിൽ ജീവിച്ചപ്പോഴും, നിന്നെ എതിർത്ത് ജീവിച്ചപ്പോഴും, കൂട്ടായ്മ വെറുത്ത് ജീവിച്ചപ്പോഴും, പാപത്തെ സ്നേഹിച്ച് ജീവിച്ചപ്പോഴും എന്നെ മരണം തൊടാതെ കാത്ത ആ കാൽവറിയിലെ സ്നേഹം, എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, തക്ക സമയത്ത് ജീവൻ്റെ വചനം കൊണ്ട് നമ്മെ വീണ്ടെടുത്ത കുരിശിലെ സ്നേഹം, എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഇവിടെ യോബിൻ്റെ ഹൃദയത്തിൽ പ്രത്യാശയുണ്ടായിരുന്നു. നമ്മുടെ ഹൃദയത്തിൽ ഒരിക്കലും പ്രത്യാശ കുറഞ്ഞു പോകരുത് ദൈവമക്കളെ. നാം ഈ ലോകത്തിൽ ആരിലും ആശ്രയിക്കരുത് പ്രിയപ്പെട്ടവരെ. നാം ഒരു വ്യക്തിയിലും ആശ്രയിക്കരുത്. ആശ്രയിക്കാൻ കൊള്ളാവുന്നവൻ യേശു മാത്രമാണ് ദൈവമക്കളെ. ആ കുരുടനായ ഭർത്തിയുമായി യെരിഹോവിൻ്റെ തെരുവിലിരുന്ന്, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. കൂടെ ചെന്നവർ, യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം അവനെ തടഞ്ഞു, നീ ഒന്നും മിണ്ടാതിരിക്കാൻ. പ്രിയപ്പെട്ടവരെ, എന്നാൽ അവൻ ഉറക്കെ വിളിച്ചപ്പോൾ എൻ്റെ കർത്താവ് തിരിഞ്ഞ് അവനെ കണ്ടു. ദൈവത്തിൻ്റെ സ്തോത്രം. അവനെ വിളിച്ചു. അവൻ്റെ ആവശ്യം എന്താണെന്ന് കർത്താവ് ചോദിച്ചു. ദൈവമക്കളെ, ലോകം ചിലപ്പോൾ നമുക്ക് എതിരായി എന്ന് വരും. ലോകം ചിലപ്പോൾ നമ്മെ തടഞ്ഞു എന്ന് വരും. പ്രിയപ്പെട്ടവരെ, പലരും നമ്മുടെ വീര്യം തെറ്റിച്ച് കളയാൻ, വിരുദ്ധ തെറ്റിച്ച് കളയാൻ, അവിശ്വാസത്തിൻ്റെ ചിന്തകളും, പ്രിയപ്പെട്ടവരെ, പലവിധമായ പിന്മാറ്റത്തിലേക്ക് നയിക്കുന്ന ആലോചനകളും നമ്മുടെ കാതുകളിൽ വന്നു എന്ന് വരും. ദൈവമക്കളെ, ഒന്നിലും നമ്മുടെ ഹൃദയം പതിഞ്ഞു പോകരുത് കേട്ടോ. കൂട്ടായ്മകളിൽ ഭിന്നതകൾ വരുന്നത് പ്രിയപ്പെട്ടവരെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്നുണ്ട്, അപ്പൊല്ലോസ് ആര്, പൗലോസ് ആര്? ദൈവത്തിൻ്റെ സ്തോത്രം. ഞങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി മരിച്ചിട്ടുണ്ടോ എന്ന് കർത്താവ് നനച്ചു വളർത്തിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ കർത്താവ് തിരുരക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി അവൻ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിക്കുന്ന തൻ്റെ മക്കളുടെ ഉള്ളിൽ അവിശ്വാസ ചിന്തകളും, പ്രിയപ്പെട്ടവരെ, വാട്ടങ്ങളും ക്ഷീണങ്ങളും വരുന്ന ആലോചനകൾ ഒന്നും നാം പറയരുത് സഹോദര. നീ പറയുന്നൊരു വാക്കുകൊണ്ട് ആരും ഇടറിപ്പോകാനോ, ആരും പിന്മാറിപ്പോകാനോ, ആത്മാവ് നഷ്ടപ്പെട്ടു പോകാനോ ഇടവരരുത്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഒരു മനുഷ്യനെ കുരിശോട് അടുപ്പിക്കാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനോടും യേശുക്രിസ്തുവിൻ്റെ വേലയോടും അവൻ്റെ രാജ്യത്തോടും അടുപ്പിക്കണം. അതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം പക്ഷം ചേർന്ന് നിന്ന് കർത്താവ് വേദനിക്കുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ വരരുത്. ദൈവത്തിൻ്റെ സ്തോത്രം. യോബിൻ്റെ ആ സ്വയനീതിയും, പ്രിയപ്പെട്ടവരെ, യോബിൻ്റെ സ്വയപ്രശംസയും, യോബ് തന്നിൽ തന്നെ ഉയർന്നതെന്ന് സംസാരിച്ചതും എല്ലാം ദൈവം കേട്ടു. എന്നാൽ തക്ക സമയമായപ്പോൾ ദൈവം ഇറങ്ങി വന്ന് ഇയ്യോബിനോട് സംസാരിച്ചു. ചുഴലിക്കാറ്റിൽ നിന്ന് ദൈവം ഇയ്യോബിനോട് സംസാരിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, ഇയ്യോബിന് ഈ കഷ്ടതകളൊക്കെ എങ്ങനെ സഹിക്കാൻ കഴിഞ്ഞു എന്ന്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ വന്ന ആ കഷ്ടതകളൊക്കെ ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയുന്നതാണോ എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ നാം വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ സ്തോത്രം, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, പരീക്ഷ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവം മറന്നുപോവുകയല്ല. വായിക്കാം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, നിങ്ങൾക്ക് വന്നിട്ടില്ല, നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ, ഒരു മനുഷ്യന് അവന് സാധിക്കുന്നതിന് കഴിയുന്നതിനും മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ, നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ
അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. ദൈവമക്കളെ, ദൈവത്തിൻ്റെ സ്തോത്രം. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞാനിപ്പോൾ ചിന്തിക്കുകയാണ്, യോബിന് വന്ന കഷ്ടതകൾക്ക് എനിക്ക് വരുമോ, അല്ലെങ്കിൽ എനിക്ക് വലിയ രോഗം വരുമോ, കഷ്ടകാലം വരുമോ, ഇങ്ങനെയൊക്കെ നാം ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല എന്നാണ് ആ വാക്യത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. എന്ത് കഷ്ടത ഒരു മനുഷ്യന് വരുന്നുവെങ്കിൽ അത് സഹിക്കാനുള്ള, അതിനെ അതിജീവിക്കുവാനുള്ള കൃപ നമുക്ക് അപ്പോൾ കിട്ടും. പ്രിയപ്പെട്ടവർ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ദൈവത്തിൻ്റെ കൃപ അതെല്ലാം ഒരു വ്യക്തിയുടെ മേൽ അഡ്വാൻസായിട്ട് പകർന്നു വെച്ചിരിക്കുകയല്ല, പിന്നെയോ തക്ക സമയത്ത് കൃപ തരുന്നവനാണ് ദൈവം. ദൈവത്തിന് സ്തോത്രം. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈ കീഴ് താണിരിപ്പീനെന്ന് അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. സ്വർഗീയ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ അപ്പോസ്തലൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് അപ്പോസ്തലനെ കുത്തുവാൻ പിശാചിൻ്റെ ദൂതനെ അനുവദിച്ചു എന്ന്. പ്രിയപ്പെട്ട, എന്നാൽ അപ്പോസ്തലൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇതൊരു അസഹിഷ്ണുതയുള്ള, അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത വേദനയാണ്, വേലയ്ക്ക് തടസ്സമായിരുന്നിരിക്കാം. അപ്പോസ്തലൻ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, 3 വട്ടം പ്രാർത്ഥിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവം തൻ്റെ ദാസന് ഒരു മറുപടി കൊടുത്തു. എന്ത്? ദൈവത്തിൻ്റെ സ്തോത്രം. ഈ രോഗമൊക്കെ അവിടെ ഇരുന്നോട്ടെ പൗലോസേ, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. ദൈവമക്കളെ, എന്താ നാം മനസ്സിലാക്കുന്നത്? നമുക്ക് ദൈവത്തിൻ്റെ കൃപ എപ്പോഴാണ് കിട്ടുന്നത്? നമുക്ക് അതിജീവിക്കുവാനുള്ള ഏത് പ്രശ്നമാണോ അതിനെ അതിജീവിക്കുവാനുള്ള കൃപ അപ്പോഴപ്പോൾ ഒരു ദൈവദാസന് കിട്ടും. പ്രിയപ്പെട്ടവരെ, ഒരു ഭക്തന് കിട്ടും. പ്രിയപ്പെട്ടവരെ, നീ ഒരു ദൈവവൈതലാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ കഷ്ടതകളെയും പ്രതികൂലങ്ങളെയും അതിജീവിക്കുവാനുള്ള ആത്മാവിൻ്റെ കൃപയും നിറവുമെല്ലാം ആ തക്ക സമയത്ത് തന്ന് നടത്തുന്നവനാണ് ദൈവമക്കളെ. നാം ചിന്തിച്ച് ഭാരപ്പെടരുത്. നാം കഷ്ടകാലം ഓർത്ത് വേദനപ്പെടേണ്ട കാര്യങ്ങളില്ല. കാരണം ഏത് കഷ്ടം വന്നാലും, പ്രിയപ്പെട്ടവർ, ദൈവവൈതൻ്റെ ജീവിതത്തിൽ വന്നാൽ അതിൻ്റെ പിന്നിലൊരു നന്മയുണ്ട്. നമുക്കറിയാമോ എന്താണ്? ഇല്ല. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം പറയുന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, എൻ്റെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ, എൻ്റെ രോഗങ്ങൾ, എൻ്റെ അസമാധാനത്തിൻ്റെ വിഷയങ്ങൾ, എൻ്റെ കുടുംബത്തിലെ സ്വസ്ഥതയില്ലായ്മ, ഭാര്യ ഇടഞ്ഞു പോയിരിക്കുന്ന അനുഭവങ്ങൾ, ഭർത്താവ് മദ്യപാനം കൊണ്ട് വലഞ്ഞു പോയിരിക്കുന്ന അനുഭവങ്ങൾ, മക്കൾ വഴിതെപ്പറ്റി പോയിരിക്കുന്ന അനുഭവങ്ങൾ, കർത്താവേ, ഇതൊന്നും എനിക്ക് സഹിക്കാനോ എനിക്ക് ചിന്തിച്ചാൽ ഒരു മറുപടിയുമില്ലാത്ത കാര്യങ്ങളാണെന്നാൽ കർത്താവേ, ഈ യോബിന് ബലം കൊടുത്ത, ഈ യോബിന് പ്രത്യാശ കൊടുത്ത, ഈ യോബിനെ ധൈര്യപ്പെടുത്തിയ, ഈ യോബിൻ്റെ അരികിലേക്ക് ഇറങ്ങി വന്ന് ആളത്തുമായി യോബിനോട് സംസാരിച്ച നിത്യനായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തോട് നീ വാദിക്കണമേ. നിന്റെ തിരുസാന്നിധ്യം നിങ്ങളെ എപ്പോഴും നടത്തണമേ. ഞങ്ങളുടെ പ്രത്യാശ കുറഞ്ഞു പോകാതെ നിന്റെ തിരുരക്തത്തിൽ ഞങ്ങളെ മറച്ചു നിർത്തണമേ. നമുക്ക് ദൈവത്തോടു കൂടെ സമർപ്പിച്ച് ജീവിക്കാം. ദൈവത്തിന് നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം.